ഹരി ഓം. എല്ലാവർക്കും ഹൃദയംഗമമായ വിഷുദിന ആശംസകൾ. വിഷുദിനത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കണിദർശനം. കാലത്തുണർന്ന് തലേന്നേ ഒരുക്കി വെച്ചിട്ടുള്ള കണി കണ്ട് ഒരു പുതുവത്സരം ആരംഭിക്കുക എന്നുള്ളതാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത. പുതുവത്സര ദിനമായി വിഷുദിനത്തെ പരിഗണിച്ചു വരുന്നുണ്ട്. ഒരു പുതു സംവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭദ്രമായ കാഴ്ചകളോടെ ആരംഭിക്കട്ടെ എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കണിദർശനത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ഒരു ചിന്ത നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർത്ഥ ആർജനത്തിനും കാമഭോഗത്തിനും ഒക്കെ ഉത്സാഹിക്കുന്നത് പോലെ, അത് ധർമാനുസാരിയാക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് സർവതന്ത്ര സ്വതന്ത്രാവസ്ഥ, മോക്ഷം സ്വന്തമാക്കുക എന്നുള്ളത്. കണിദർശനത്തിൽ മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരുക്കി വെച്ചിട്ടുള്ള ദർപ്പണമാണ്, കണ്ണാടിയാണ് എന്ന് പറയാം. തന്നെ അവിടെ നോക്കി കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഈ ഒരു അന്തർദൃഷ്ടി ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നാം ഈ തരുണത്തിൽ ഓർമ്മിക്കേണ്ടത്. മറ്റുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിനനുസരിച്ച് അവനവനിലേക്കും കൂടി ഒരു എത്തിനോട്ടം അത് നമുക്ക് സാധിക്കണം. ആത്മധ്യാന ശ്രദ്ധയോടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാനും സ്വസ്ഥതയടയാനും നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിന് വിഷുവിൻ്റെ ആരാധ്യ ദേവതയായ സൂര്യഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയംഗമമായ വിഷുദിന ആശംസകൾ.